അഴീക്കോട് മുനമ്പം പാലം സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. തീരദേശത്തിന്റെ ചിരകാല സ്വപ്ന പദ്ധതിയായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ജനപ്രതിനിധികളുടെയും ഉന്നത എഞ്ചിനീയറിംഗ് വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു. നിലവിൽ 205 പൈലുകളിൽ 195 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 216 സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കുവാൻ വേണ്ടി വരുന്നത്. ഇതിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനാലാണ് ഫിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് നടത്തുകയും ചെയ്യുമെന്ന് ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. പറഞ്ഞു. 110 ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ 1200 മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് പാല നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡറുകൾ ലോഞ്ചിംഗ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കുവാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കുവാനും സാധിക്കും. പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. പറഞ്ഞു. എം.എൽ.എയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. രാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീം, ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, വാർഡ് മെമ്പർ പ്രസീന റാഫി, കെ.ആർ.എഫ്.പി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത്, ചെറിയാൻ വർക്കി, കൺസ്ട്രക്ഷൻ ചെയർമാൻ ചെറിയാൻ വർക്കി, മാനേജിംഗ് ഡയറക്ടർമാരായ സജി ചെറിയാൻ മാത്യു, ICU ഡയറക്ടർ ശ്രീ മുകുന്ദൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. ഈ അഴീക്കോട് മുനമ്പം പാലം ഏറ്റവും വേഗത്തിൽ ഇനി പൂർത്തീകരിക്കണം. എൻ്റെ ഉദ്ഘാടനം ഈ മന്ത്രിസഭയുടെ കാലത്ത് നടക്കണമെന്നാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എൻ്റെ കോൺട്രാക്ടർമാരും എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ അത് നടത്തി തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ഇന്ന് നമ്മുടെ ഇതിൻ്റെ പില്ലർ കഴിഞ്ഞ അടുത്ത ഒരു സ്റ്റെപ്പ് കേരളത്തിൽ തന്നെ പൊതുമരാമത്ത് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യയാണിതെന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള സാധാരണ വാർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് കറക്റ്റ് ആവാനുള്ള സമയം ഇവിടെ ഇന്ന് വേണ്ടതില്ല. അത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറ്റാൻ. അത് മാത്രമല്ല, നമുക്കിതിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. പുഴയിൽ അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് മാലിന്യമൊക്കെ വീഴാനുള്ള സാധ്യത. അപ്പോൾ സാങ്കേതിക വിദ്യ വികസിക്കുന്ന ഉൾപ്പെടെ നമുക്ക് ഇത്തരം ഒരു പ്രകൃതി സൗഹൃദ വികസനം കൂടി ഇതിൻ്റെ ഭാഗമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പുറത്തും ബോട്ടും മറ്റൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഉള്ള പ്രയാസവും ശല്യം ഒന്നും അതിനോട് ബാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച് നമുക്ക് അറ്റത്ത് ആകാൻ കഴിയും. ഇതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, എൻ്റെ കോൺട്രാക്ടർമാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ശ്രീ മുകുന്ദൻ ഇവിടുത്തെ ഒരാളായതുകൊണ്ട് അതിൻ്റെയും കൂടി അല്ലേ, അദ്ദേഹം പാലം ഒരുപാട് പണിതിട്ടുണ്ട്, പക്ഷേ അഴീക്കോട് പാലം പണിതിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രിയപ്പെട്ട ശ്രീ ചെറിയാവർക്കും ഇവിടെയുള്ള ആളുകൾ ഇന്ന് ഇവിടെ സന്നിഹിതരാണ്. വളരെ സന്തോഷം. എല്ലാ അർത്ഥത്തിലും ഏറ്റവും വേഗത്തിൽ ഏറ്റവും നന്നായി ഇത് പൂർത്തീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്.